ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷെമി. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇഫ്താറിന് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പിസ്സയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ തട്ടിക്കൂട്ട് പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അരമണിക്കൂർ നേരത്തേക്ക് ഇത് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടിക്കോളും. അപ്പം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇപ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാൻ വലിയൊരു സവാള ചെറുതായി ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കാണ്. ഞാൻ ഇവിടെ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറിയ പീസായി കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ കുരു എല്ലാം കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇത്രയും മതിയാകും. ഇപ്പോൾ പിസ്സയിലേക്കുള്ള ടോപ്പിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെക്കാം. ഇനി പിസ്സ സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇത് ഒറിഗാനോ ആണ്. അപ്പോൾ ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ചേർക്കുക. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു പിസ്സയുടെ ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വേണ്ടത് ചെറുതായി കൊത്തി അരിഞ്ഞ വെളുത്തുള്ളിയാണ്, 1 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് പിസ്സ ഉണ്ടാക്കാനുള്ള ഡോ റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി 8 ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പാല്, 2 മുട്ട. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ബ്രെഡ് ചെറിയ പീസായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 125 ml ആണ് കേട്ടോ പാല്. പിന്നെ 2 മുട്ട ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പിസ്സ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായി ഒന്ന് പരത്തി കൊടുക്കാം, നല്ല ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വേണം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ ടോപ്പിംഗ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പിസ്സയുടെ സൈഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ ടോപ്പിങ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി പിസ്സ സോസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പൊന്നും ഇല്ലെങ്കിൽ ഒരു 1/4 കപ്പെങ്കിലൊക്കെ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുക. എന്നാലേ നമ്മുടെ പിസ്സ നല്ല ടേസ്റ്റി ആയി കിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. ഇനിയിപ്പോൾ അത് അടച്ച് വെച്ചൊരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൊസറല്ല ചീസൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം. നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തത് കാരണം പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് വിട്ടു പോന്നോളും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസിയായ ഇഫ്താർ സ്പെഷ്യൽ തട്ടിക്കൂട്ട് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ശരിക്കും നല്ല പിസ്സയുടെ സ്ട്രക്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയൊരു പിസ്സ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഇഫ്താറിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്